സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീം ആഭീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. സിന്ദൂരാരുണവിഗ്രഹാം, സിന്ദൂര സമാനമായി ചുവന്നു തുടുത്തിരിക്കുന്ന ശരീരത്തോടു കൂടിയവളെ, ത്രിനയനാം, മൂന്ന് നേത്രങ്ങളോട് കൂടിയിരിക്കുന്നവളും, മാണിക്യമൗലീസ്ഫുരത്താരാനായകശേഖരാം, താരാനായകൻ എന്ന് വച്ചാൽ ചന്ദ്രൻ, ദേവിയുടെ രത്നങ്ങൾ പതിപ്പിച്ചതായ ദിവ്യമായ ആ കിരീടത്തിൽ, മിന്നിത്തിളങ്ങുന്നതാണ് കിരീടം, അതിനു പുറമെ ആ ചന്ദ്രനെയും ആ കിരീടത്തിൽ ചാർത്തിയിട്ടുണ്ട്. സ്മിതമുഖീം ആപീനവക്ഷോരുഹാം, ദേവിയുടെ പുഞ്ചിരി തൂകുന്ന മുഖാരവിന്ദം വളരെ വികസിച്ചിരിക്കുന്നു. ആപീനമായിരിക്കുന്ന വക്ഷോരുഹം, ആ ചുവന്നു തുടുത്ത് വിശാലമായിരിക്കുന്ന മുഖാരവിന്ദം, അതുപോലെ ദേവിയുടെ പീനമായിരിക്കുന്ന ആ ശരീരം, ഇതിനെയൊക്കെയാണ് അവിടെ സ്മരിക്കേണ്ടത്. അതായത് വിശാലമായിരിക്കുന്ന മുഖത്തെയാണ് അവിടെ സ്മരിക്കേണ്ടത്. പാണിഭ്യം അളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം, ദേവിയുടെ കരങ്ങളിൽ, ഒരു കരത്തിൽ വണ്ടുകൾ പറക്കുന്ന അമൃതം നിറച്ചതായിട്ടുള്ള ഒരു പാത്രം, അത് രത്നനിർമ്മിതമാണ്. കൂടാതെ ദേവി മറ്റൊരു കയ്യിൽ രക്തോത്പലം, ഒരു ചുവന്ന താമരപ്പൂവ് ധരിച്ചിരിക്കുന്നു. സൗമ്യാം, പുഞ്ചിരി തൂകുന്ന ആ ദേവി വളരെ സൗമ്യഭാവത്തിലാണ് ഇപ്പോൾ വർത്തിക്കുന്നത്. രത്നഘടസ്ഥ രക്തചരണാം, ദേവിയുടെ ചുവന്നു തുടുത്ത ആ പാദങ്ങളാകട്ടെ രത്നനിർമ്മിതമായിരിക്കുന്ന ഒരു പീഠത്തിന് മുകളിൽ ആശ്രയിക്കുന്ന ഭക്തർക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്നു. ഇപ്രകാരത്തിൽ അരുണവർണ്ണത്തിലുള്ള ശരീരത്തിൽ സുന്ദരമായ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് പുഞ്ചിരി തൂകുന്ന സൗമ്യഭാവത്തിലിരിക്കുന്ന ആ പരയായിരിക്കുന്ന അംബികയെ എല്ലാവർക്കും മീതെ എങ്ങും നിറഞ്ഞ് എന്തുമേതുമായിട്ട് വിശ്വമായിട്ട് തന്നെ പ്രകാശിക്കുന്നത് യാതൊരമ്മയാണോ ആ അമ്മയെ ധ്യാനിക്കുന്നു എന്നാണ് ആ സ്തോത്രത്തിൻ്റെ ഏകദേശം ഒരർത്ഥം. ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് മിക്കവാറും എല്ലാവരും സഹസ്രനാമം ചൊല്ലാറുള്ളത്. മറ്റ് ധ്യാന ശ്ലോകങ്ങളും ധാരാളമായിട്ട് ചൊല്ലാറുണ്ട്. ധ്യായേത് പത്മാസനസ്ഥാം എന്നിങ്ങനെയുള്ള പല ധ്യാന ശ്ലോകങ്ങളും ചൊല്ലാറുണ്ട്. ഏതെങ്കിലും ഒരു ധ്യാന ശ്ലോകത്തെ ചൊല്ലി ആ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ദേവിയുടെ ഭാവത്തെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വേണം ഈ ദിവ്യമായ സ്തോത്രം നാം ചൊല്ലാൻ ആരംഭിക്കും. ഇനി സഹസ്രനാമത്തിലെ ഓരോ ശ്ലോകങ്ങളായി നമുക്ക് ചൊല്ലി നോക്കാം. ഓരോ നാമങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഓരോ ശ്ലോകങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് നാം ശ്രദ്ധിക്കുന്നത്. അർത്ഥം ഇപ്പോൾ പറയുന്നില്ല, ഓരോ വാക്കുകൾ മാത്രം ഇപ്പോൾ പറയാം. ശ്രീമാതാ, ശ്രീമഹാരാജ്ഞി, ശ്രീമത്സിംഹാസനേശ്വരി,
ചിദഗ്നികുണ്ഡസംഭൂത ദേവകാര്യസമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭ ചതുർബാഹുസമന്വിത രാഗസ്വരൂപപാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്രസായക നിജാരുണപ്രഭാപൂരമജ്ജദ്ബ്രഹ്മാണ്ഡമണ്ഡല. ഇതുവരെ പറഞ്ഞത് 12 നാമങ്ങളാണ്. ശ്രീമാതാ, ശ്രീമഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ചിദഗ്നികുണ്ഡസംഭൂത. ചിദഗ്നികുണ്ഡസംഭൂത, ചിദഗ്നികുണ്ഡസംഭൂത ദേവകാര്യസമുദ്യത. ഇങ്ങനെയാണ് പദങ്ങൾ. ശ്രീമാതാ, ശ്രീമഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ചിദഗ്നികുണ്ഡസംഭൂത ദേവകാര്യസമുദ്യത. ഉദ്യദ്ഭാനുസഹസ്രാഭ, ഉദ്യദ്ഭാനുസഹസ്രാഭ ചതുർബാഹുസമന്വിത. രാഗസ്വരൂപപാഷാഢ്യ, രാഗസ്വരൂപപാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല, ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷുകോദണ്ഡ, മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്രസായക, പഞ്ചതന്മാത്രസായക. ഇതുവരെയുള്ള ശ്ലോകഭാഗങ്ങൾ നമുക്ക് ആ ശ്ലോകത്തിൽ ആകെയുള്ള ഭാഗങ്ങളെ രണ്ടാക്കി ഭാഗിച്ച് ചൊല്ലാൻ പറ്റുന്നവയാണ്. ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത ഇതിൽ അനേകം സമസ്ത പദങ്ങൾ വരുന്നു എന്നുള്ളതാണ്. സമസ്ത പദങ്ങൾ എന്ന് വെച്ചാൽ മുറിക്കാനാവാത്ത വിധം സമാസിക്കപ്പെട്ട, കൂട്ടിച്ചേർത്ത് വയ്ക്കപ്പെട്ട പദങ്ങളെയാണ് സമസ്ത പദങ്ങൾ എന്ന് പറയുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറേയധികം വാക്കുകൾ മുറിക്കാതെ കണ്ട് ശ്ലോകത്തിൻ്റെ ആ വരിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ചൊല്ലേണ്ടവയാണ്. നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല എന്ന് ദേവിയുടെ ഒരൊറ്റ പേരാണ്. അത് മുറിക്കരുത്. നിജാരുണപ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല എന്ന് ധാരാളം പേർ ചൊല്ലുന്നത് കേൾക്കാറുണ്ട്. അത് അപ്രകാരത്തിൽ ചൊല്ലരുത്. അപ്പോൾ അർത്ഥത്തിന് വ്യത്യാസം വരും. മാത്രമല്ല അത് 2 നാമങ്ങളായി പിരിയുകയും ചെയ്യും. അപ്പോൾ അത് ഒരു പിഴവായിട്ട് ഭവിക്കും. അതുകൊണ്ട് അത് മുറിക്കാതെ ഒന്നിച്ച് ചൊല്ലണം. നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല, നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. ഇനി അടുത്ത നാമം ഇതുപോലെ തന്നെ മുറിക്കാതെ ചൊല്ലേണ്ട നാമങ്ങളാണ്. ഇനി അങ്ങോട്ട് കുറച്ച്. ചമ്പകാശോക പുന്നാഗ സൗഗന്ധികലസത്കച, ചമ്പകാശോക പുന്നാഗ സൗഗന്ധികലസത്കച കുരുവിന്ദമണിശ്രേണീ കനത്കോട്ടീരമണ്ഡിത, കുരുവിന്ദമണിശ്രേണീ കനത്കോട്ടീരമണ്ഡിത. നിജ അരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല എന്നിങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല
എന്ന് ഒറ്റ നാമമായിട്ട് മാറുന്നത്. ചമ്പക, അശോക, പുന്നാഗ, സൗഗന്ധിക, ലസത്, കച എന്നിങ്ങനെ ഉള്ള വാക്കുകൾ കൂടി ചേർന്നിട്ടാണ് ചമ്പക, അശോക, പുന്നാഗ, സൗഗന്ധിക, ലസത്, കച എന്നൊരൊറ്റ വാക്കായിട്ട് അത് മാറുന്നത്. അതുപോലെ കുരുവിന്ദ, മണിശ്രേണി, കനത്, കോടീര, മണ്ഡിത എന്നിങ്ങനെയുള്ള വാക്കുകൾ കൂടി ചേർന്നിട്ടാണ് കുരുവിന്ദ, മണിശ്രേണി, കനത്, കോടീര, മണ്ഡിത എന്നൊരൊറ്റ പദമായി അത് പരിണമിക്കുന്നത്.